ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗവിദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭൂയരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ വേദമൂർത്തികളുടെ പ്രാർത്ഥന തന്നെയാണ് തുടരുന്നത്. വികസിത രൂപത്തിലുള്ള അവബോധം ഉപയോഗപ്പെടുത്താൻ കിട്ടുന്ന സവിശേഷമായ ദൈവത്തിൻ്റെ ആനുകൂല്യമാണ് ഈ മനുഷ്യജന്മം. അതുകൊണ്ട് ഈ മനുഷ്യരൂപത്തിലുള്ള ശരീരം കിട്ടുമ്പോൾ മുതൽ നമ്മൾ ഈ ഭൗതിക ശക്തികൾക്ക് അടിമയായിട്ട് ജീവിക്കാതെ ആധ്യാത്മികമായിട്ട് ഉയർച്ച നേടുന്നതനുസരിച്ചായിരിക്കും ഈശ്വരപ്രാപ്തിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. അതായിരിക്കും ശാശ്വതമായ മാർഗം. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ജനന മരണ സംസാര ബന്ധനത്തിൽപ്പെടേണ്ടതായിട്ട് വരും എന്നാണ് വേദമൂർത്തികളുടെ ഭഗവാനുള്ള അവബോധത്തിൽ അവർ പറയുന്നത്. ഈ ഭൗതിക ലോകം സത്യമാണെങ്കിൽ ഇത്രയും ഉള്ള ബന്ധം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കാൻ ഗൃഹസ്ഥന്മാരെ ഉപദേശിക്കുന്നത് എന്തിന്? മായാവാദികൾ ഉന്നയിക്കുന്ന വാദമാണിത്. എന്നാൽ ഈ ലോകം മിഥ്യയായതിനാൽ ഭൗതിക പ്രവർത്തനങ്ങളെല്ലാം ഉപേക്ഷിക്കണമെന്നല്ല സന്യാസത്തെക്കുറിച്ച് വൈഷ്ണവ ദാർശനികന്മാരുടെ വീക്ഷണം. വസ്തുക്കളെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. വൈഷ്ണവ സന്യാസത്തിന്റെ ലക്ഷ്യവും അതുതന്നെയാണ്. ഭൗതിക ലോകവുമായിട്ട് ഇടപെടൽ ശ്രീല രൂപഗോസ്വാമി, ചൈതന്യ മഹാപ്രഭു രണ്ട് വ്യവസ്ഥകൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, വൈഷ്ണവൻ ഭൗതിക ജീവിത രീതി ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കുന്നത് ഭൗതിക ലോകം സത്യഭാസമാണെന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലല്ല, സകലതും ഭഗവത് സേവനത്തിൽ വ്യാപരിക്കാൻ വേണ്ടി സ്വയം സമർപ്പിക്കുന്നതിനാണ് സന്യാസം എന്ന് പറയുന്നത്. അതിനാൽ ശ്രീല അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭു ഈ വ്യവസ്ഥ ഉന്നയിക്കുന്നുണ്ട്. ഈ ലോകത്തോടുള്ള അമിത ആസക്തി ഇല്ലാതാക്കണം. അതാണ് വേണ്ടത്. ഭൗതിക ആസക്തി അർത്ഥശൂന്യമാണ്. ഭൗതിക ലോകവും പ്രപഞ്ച പ്രത്യക്ഷവും കൃഷ്ണന്റെ വകയാണ്. അതിനാൽ സകലതും കൃഷ്ണന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണം എന്നർത്ഥം. അതേസമയം ഭക്തൻ ഭൗതിക വസ്തുക്കളോട് ഒട്ടാതെ നിൽക്കുകയും വേണം. ഇതാണ് വൈഷ്ണവ സന്യാസത്തിന്റെ പരമമായ ലക്ഷ്യം. വിഷയസുഖത്തിന് വേണ്ടിയാണ് ഭൗതികവാദി ലോകത്ത് ഒട്ടി നിൽക്കുന്നത്. എന്നാൽ സ്വന്തം വിഷയസുഖങ്ങൾക്കായിട്ട് ഒന്നും സ്വീകരിക്കുന്നില്ലെങ്കിലും സകലതും ഭഗവത് സേവനത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്ന കല വൈഷ്ണവന് നന്നായിട്ട് അറിയാം. അതിനാൽ ചൈതന്യ മഹാപ്രഭു മായാവാദികളെ വിമർശിക്കുന്നു. കാരണം ഭഗവത് സേവനത്തിനായിക്കൊണ്ട് എല്ലാം ഉപയോഗിക്കണമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് അവർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് മറ്റൊരു സത്യം. നേരെ മറിച്ച് ഈ ലോകത്തെ മിഥ്യയാണെന്ന് അവർ കരുതുന്നു. അതിൻ്റെ ഫലമായിട്ട് ഭൗതിക ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിനെക്കുറിച്ചും തെറ്റായ രീതിയിൽ അവർ ചിന്തിക്കുന്നു. എല്ലാം പരമപുരുഷന്റെ ശക്തി വികാസങ്ങളാകയാൽ ആ വികാസങ്ങളും പരമപുരുഷനെ പോലെ യാഥാർത്ഥ്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഗീതാതത്വങ്ങളെ അനുസരിക്കുന്നവർക്ക്, ഇല്ലെങ്കിൽ അത് ശരിക്കും മനസ്സിലാക്കുന്നവർക്ക് ഈ ഭൗതിക ലോകവുമായിട്ട് പൂർണ്ണമായിട്ട് ബന്ധം ഉപേക്ഷിക്കാൻ ഭഗവാൻ ഒരിക്കലും പറയുന്നില്ല, ഒരിടത്തും പറയുന്നില്ല. പക്ഷെ അതിനോടൊന്നും അത്യാസക്തി ഉണ്ടാക്കരുത്, മമതാബന്ധം കൂടുതൽ ഉണ്ടാക്കരുത്. ഒരു ദൂരം കീപ്പപ്പ് ചെയ്തോളണം. അതാണ് ഏറ്റവും വലിയ നമുക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതും കൂടുതൽ മമതാബന്ധവും ആസക്തിയും വയ്ക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈശ്വരീയ അവബോധത്തോടു കൂടി ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് ഇതൊക്കെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. അതെല്ലാം ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് ഇത് പ്രായോഗിക തലത്തിൽ സാധ്യമല്ല. നമുക്ക് ശരീരമുള്ളിടത്തോളം ശരീരം മിഥ്യ എന്ന് പറഞ്ഞിട്ട് ശരീരമുള്ളിടത്തോളം ശരീരം ഉപയോഗപ്പെടുത്താതിരുന്നാൽ പിന്നെ എങ്ങനെയായി മായയെ ജയിക്കാൻ സാധിക്കുക? മായയെ ജയിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ശരീരം. അപ്പം ശരീരം മിഥ്യയാണ്, ശരീരമില്ല, ഇത് നശിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല എന്നർത്ഥം. അപ്പം ശരീരം ഉപയോഗിച്ചുകൊണ്ട് വേണം അവ്യക്ത സ്വരൂപമായിരിക്കുന്ന ഈശ്വരനിലേക്ക് എത്താൻ. ആ അവ്യക്ത സ്വരൂപമായിരിക്കുന്ന ഈശ്വരൻ അണുവിൽ നമുക്ക് കാണാൻ സാധിക്കണം. അതിനെ ഉപയോഗിക്കുന്നതെല്ലാം ഈശ്വര സേവയായിട്ട് ഈശ്വര സ്മരണ നിലനിർത്തിക്കൊണ്ട് ചെയ്താൽ അതൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയില്ല, ദുഃഖഹേതുക്കളായിട്ട് മാറുകയില്ല. അതാണ് ടോട്ടലി ഒരു വിശാല മനസ്സോടുകൂടി നമ്മൾ എല്ലാത്തിനെയും ഈശ്വര സങ്കല്പത്തിൽ കാണാൻ സാധിച്ചാൽ നാ ശോചിതുമർഹസി.
നമുക്കത് രണ്ടായിട്ട് കാണുമ്പോഴാണ് ഈ സങ്കല്പ വികല്പങ്ങളിലാണ് അതൊക്കെ അതാത് സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ദുഃഖഹേതുക്കളായിട്ട് മാറുന്നത് എന്നർത്ഥം. അതുകൊണ്ട് ഇതിനെ ഒന്നും ഉപേക്ഷിക്കാൻ വൈഷ്ണവവാദികൾ ഒരിക്കലും പറയുന്നില്ല എന്നുള്ളതാണ്. പ്രാപഞ്ചിക ലോകം കേവലമായൊരു താൽക്കാലിക പ്രത്യക്ഷമാണെന്ന് പറഞ്ഞാൽ ആ പ്രത്യക്ഷത്തിൻ്റെ ഉറവിടം മിഥ്യയാണെന്ന് അർത്ഥമില്ല. പ്രത്യക്ഷത്തിൻ്റെ ഉറവിടം തദ്യയാകയാൽ പ്രത്യക്ഷവും സത്യം തന്നെയാണ്. പക്ഷേ അത് ഉപയോഗപ്പെടുത്താൻ അറിയണം എന്നുള്ളതാണ്. വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. അത് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഈശ്വരസ്മരണ ഇല്ലാതെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം ഇതിനെല്ലാം ആധാരം ഇല്ലെങ്കിൽ അധിഷ്ഠാനമായിരിക്കുന്ന ആ ദേവതാസങ്കല്പത്തെ ദേവാൻ ഭാവയെ താനേനതേ ദേവാന്ന് ഭഗവാൻ പറഞ്ഞേക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതാ. ഭഗവാൻ ഏത് ഭാവനയിലാണോ നമ്മളെയൊക്കെ സൃഷ്ടിച്ചത് അതേ ഭാവനയിൽ തന്നെ അതിനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഭാവനയ്ക്കും നമ്മുടെ കാഴ്ചപ്പാടിനും അതിനുള്ള സമീപനത്തിനും വ്യത്യാസം ഉണ്ടാകുന്നതനുസരിച്ച് നമുക്ക് പ്രശ്നങ്ങളും ഉണ്ടാകും എന്നർത്ഥം. അതുകൊണ്ട് പഴയ ഉദാഹരണം തന്നെ വീണ്ടും പറയാം. കേവലം താൽക്കാലികമായ മൺപാത്രം മണ്ണിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചതാണ്. എന്നാൽ അത് ഉചിതമായ ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ മൺകുടം മിഥ്യയല്ല. ഭൗതിക ലോകമെന്ന് ഈ താൽക്കാലിക നിർമ്മിതി ഇങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നാണ് വൈഷ്ണവ ദാർശനികൾക്ക് അറിയാം. സുബുദ്ധിയുള്ള ഒരാൾക്ക് മൺകുടം എന്ന താൽക്കാലിക നിർമ്മിതി എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അറിയാവുന്നതുപോലെ മൺകുടം തെറ്റായ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് മിഥ്യയാണ്. അതേപോലെ ഈ മനുഷ്യ ശരീരം അഥവാ ഈ ഭൗതിക ലോകം വിഷയ സുഖങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ അത് മിഥ്യയാണ്. അതേസമയം ഈ മനുഷ്യ ശരീരവും ഭൗതിക ലോകവും പരമപുരുഷന്റെ സേവനത്തിനായിക്കൊണ്ട് ഉപയോഗിച്ചാൽ അവയുടെ പ്രവർത്തനങ്ങൾ മിഥ്യയാവില്ല, വേസ്റ്റ് ആവില്ല, വെറുതെ ആകില്ല എന്നർത്ഥം. ഈ ശരീരവും ഭൗതിക ലോകവും ഭഗവത് സേവനത്തിന് ഒരിക്കലും മിഥ്യയാവുന്നതല്ല. ഈ ശരീരവും ഭൗതിക ലോകവും ഭഗവത് സേവനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള ചെറിയ സേവന മനോഭാവത്തിന് ഒരു വ്യക്തിയെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിപത്തിൽ നിന്ന് മോചിപ്പിക്കാനാകുമെന്ന് ഭഗവത്ഗീത ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. ഉചിതമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ പരമപുരുഷനിൽ നിന്ന് നിസ്സരിക്കുന്ന ഉത്കൃഷ്ടമോ അപകൃഷ്ടമോ ആയ ശക്തികളൊന്നും മിഥ്യയാകില്ല. അനുഭോഗത്തിനുള്ള കർമ്മങ്ങളുടെ കാര്യമാണെങ്കിൽ അവയൊക്കെ വിഷയസുഖങ്ങളുടെ വിധാനത്തിൽ അധിഷ്ഠിതമാണെന്നേ പറയാനാവും. അതിനാൽ കൃഷ്ണ അവബോധത്തിൽ പുരോഗതി നേടിയവർ അതിനൊന്നും മെനക്കെടുകയുമില്ല. സുഖാനുഭോഗങ്ങൾ വേണ്ടിയുള്ള സുഖഭോഗങ്ങൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളുടെ ഫലം ഒരാളെ ഉപരിലോകത്തിലേക്ക് ഉയർത്തിയേക്കാം. എന്നാൽ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ പുണ്യകർമ്മങ്ങളുടെ ഫലം മുഴുവൻ സ്വർഗലോകത്തേക്ക് ചെലവഴിച്ച് കഴിയുമ്പോൾ ഈ വിഡ്ഢികൾക്ക് വീണ്ടും താഴത്തെ ലോകത്തിലേക്ക് മടങ്ങി വരേണ്ടി വരും എന്നതാണ് മറ്റൊരു സത്യം. വീണ്ടും ഉപരിലോകത്തിലേക്കുള്ള യാത്രയ്ക്കുള്ള ഉദ്യമങ്ങളിൽ ഏർപ്പെടുകയും വേണ്ടിവരും. ഈ പോക്കുവരവിനുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമാണ് അവരുടെ ലാഭം. ഈയിടെയായിട്ട് ചന്ദ്രമണ്ഡലത്തിൽ പോയി വരാനുള്ള യജ്ഞത്തിൽ അനേകം ഭൗതിക ശാസ്ത്രജ്ഞന്മാർ സമയം പാഴാക്കുന്നത് പോലെ ഇത്തരം കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ അന്ധ പരമ്പര എന്നാണ് വേദമൂർത്തികൾ വിശേഷിപ്പിക്കുന്നത്. വൈദിക അനുഷ്ഠാനങ്ങളെ അന്ധമായിട്ട് പിന്തുടരുന്നവർ എന്നർത്ഥം. ഇത്തരം ചടങ്ങുകളെക്കുറിച്ച് വേദങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും അത് ബുദ്ധിയുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല. ഭൗതിക സുഖങ്ങളിൽ അത്യാസക്തരായവർ ഉപരിലോകങ്ങളിലേക്ക് ഉയർത്തപ്പെടാനുള്ള സാധ്യതയ്ക്ക് വശംവദരായി തീരുന്നു. ബുദ്ധിയുള്ള മനുഷ്യൻ സുഖാനുഭോഗങ്ങൾക്കായുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടാതെ ഒരു യഥാർത്ഥ ആധ്യാത്മിക ആചാര്യനെ അഭയം പ്രാപിച്ചിട്ടുള്ള വ്യക്തി ഭഗവാന്റെ അതീന്ദ്രിയ സേവനത്തിൽ സ്വയം വ്യാപൃതനാകുന്നതാണ്. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാടും വസ്തുക്കളോടുള്ള സമീപനവുമാണ് പ്രശ്നമായി വരുന്നത്. അതുകൊണ്ട് ഈ ഈശ്വരൻ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് ഒന്നും മിഥ്യയോ ഇല്ലെങ്കിൽ അതൊന്നും അസത്വമല്ല. നമുക്ക് ഇന്നല്ലേ നഷ്ടപ്പെടുന്നതായാലും നമ്മുടെ ശരീരം പോലും നഷ്ടപ്പെടുന്നതാണ്. പക്ഷെ അത് കിട്ടിയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് വേണ്ടതുപോലെ ഉപയോഗിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകില്ല.
ഇതിപ്പോൾ നമ്മൾ ശരീരം പോലും മറന്നിട്ട് കണ്ടകടിയൊക്കെ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെയൊക്കെ ഈ ശരീരം ഉപയോഗിക്കുക എന്ന് പറയുന്നെങ്കിൽ അതിന് വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുമ്പം ഈ ശരീരത്തെ കാര്യം വേണ്ടവിധം ശ്രദ്ധിക്കാതെ വരുമ്പം ആ ശരീരത്തിന് കാലത്തിന് മുമ്പ് തന്നെ നാശം സംഭവിക്കാതെ നമ്മൾ പിന്നെ അറിയുന്നത് എന്തെങ്കിലും അസുഖം വരുമ്പോഴാണ്. ഇവിടെയാണ് മിസ്യൂസിങ് എന്ന് പറയുന്നത്, ദുർവിനിയോഗം ചെയ്യുക എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമ്മൾ ഈ ശരീരത്തെ ആദ്യം തന്നെ സംരക്ഷിച്ച് നിർത്തണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഗീതയിൽ വളരെ സ്പഷ്ടമായിട്ട് തന്നെ നമുക്ക് മാർഗദർശനമുണ്ട്. നിത്യനൈമിത്യ കർമ്മത്തിലൂടെ ശരീര സംരക്ഷണമാണ് മുഖ്യ കർമ്മം. ആ നിത്യനൈമിത്യ കർമ്മങ്ങൾ യഥാവിധി ചെയ്യാതിരുന്നാൽ ഈ താൽക്കാലികമായിട്ട് കിട്ടിയിരിക്കുന്ന ശരീരത്തെ പോലും വേണ്ടതുപോലെ നമുക്ക് സംരക്ഷിക്കാൻ സാധ്യമല്ല. ശരീരം സംരക്ഷിക്കപ്പെട്ടില്ല, ആയുരാരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ എന്ത് സുഖം, എന്ത് നേടാൻ? ഒരു ശാന്തിയും സമാധാനവും നമുക്ക് ഈശ്വരകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ശരീരമാധ്യം കലു ധർമ്മസാധനമാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് നമുക്ക് ഇരിക്കുന്നിടത്ത് നിന്ന് എണീക്ക് വരെ വേണമെങ്കിൽ മറ്റൊരു കാര്യത്തിന് അവിടെ നിന്ന് ചലിക്കണമെങ്കിൽ പോലും ശരീരം പെർഫെക്റ്റായിട്ട് ഉപയോഗിക്കണം. അപ്പം ശരീരത്തെ സൂക്ഷിപ്പുകാരനായിക്കൊണ്ട് ആ ശരീരത്തെ സൂക്ഷിക്കുക എന്നുള്ളതാണ് മുഖ്യധർമ്മം. അത് നിത്യനൈമിത്യ കർമ്മത്തിലൂടെ ഈശ്വരസ്മരണയോടെ നിലനിർത്തിയാൽ മാത്രമേ രോഗമുക്തമായിക്കൊണ്ട് ആയുരാരോഗ്യത്തോടെ ശരീരത്തെ നിലനിർത്താൻ തന്നെ സാധിക്കും. അത് ചെയ്യാത്തവർക്ക് അത് സനാതനധർമ്മത്തിൻ്റെ മുഖ്യ ഘടകം. ഏത് സനാതനധർമ്മം അനുഷ്ഠിക്കണമെന്നുണ്ടെങ്കിലും ശരീരമാധ്യം കൽ ധർമ്മസാധനം. അപ്പം ശരീരത്തെ ജനിച്ചാൽ മരണം വരെ പ്രകൃതിക്ക് അനുകൂലമായിട്ട് അതിനെ യഥാവിധി സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. പ്രകൃതിക്ക് വിരുദ്ധമായാലും അത് സംരക്ഷിക്കപ്പെടുകയില്ല. കാരണം പ്രകൃതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന 24 ഘടകങ്ങൾ ചേർത്തിട്ടാണ് ശരീരം ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ പ്രകൃതിയുടെ സ്വഭാവത്താൽ തന്നെ അതിനെ തത്തുല്യമായിട്ട് തന്നെ കാത്ത് സംരക്ഷിക്കണമെന്നർത്ഥം. അതില്ലാതെ വന്നാൽ അതില്ലാതെ ഈ ശരീരത്തെ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചുകൊണ്ട് കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ പരക്കം പായുന്ന ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ അത് ഈ ശരീരത്തെ ദുർവിനിയോഗം ചെയ്യലാകും. അപ്പോൾ അത് ബന്ധനത്തിൽപ്പെടും. ശരീരത്തെ പോലും സംരക്ഷിക്കാൻ പറ്റാതെ വരുന്ന മാത്രമല്ല ഈ നെട്ടോട്ടം നിർത്തേണ്ടി വരും. അപ്പോൾ ഈ നേടിയതൊക്കെ നഷ്ടപ്പെടും, വേസ്റ്റായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാശോചിത് മർക്കസി എന്ന് പല പ്രാവശ്യം ഭഗവാൻ 2ാമത്തെ അധ്യായത്തിൽ ഗീതയിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താ? ജനിക്കുമ്പോൾ മരണം വരെ ഭഗവാൻ പറഞ്ഞ രീതിയിലുള്ള കർമ്മത്തിൻ്റെ വ്യവസ്ഥിതി നമ്മൾ നടപ്പാക്കിയാൽ ഒരിക്കലും നമ്മുടെ ഈ ഭൗതിക തത്വങ്ങളൊന്നും ഇല്ലെങ്കിൽ സൃഷ്ടിച്ചിരിക്കുന്നതൊന്നും വേസ്റ്റായിട്ട് ഭഗവാൻ വെറുതെ ഒന്നിനെ സൃഷ്ടിച്ച് വച്ചിരിക്കില്ല. അതൊക്കെ നമുക്ക് വിശേഷബുദ്ധിയുള്ള മനുഷ്യർക്ക് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ തന്നെയാണ്. അത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയാൽ അതിൽ നിന്നുള്ള സുഖം അനുഭവിക്കാം, അതിൻ്റെ ഫലങ്ങളും അതിൻ്റെ ഭോഗസുഖങ്ങളും അനുഭവിക്കാൻ സാധിക്കും. അത് ഈശ്വര സ്മരണയോടെ ഈശ്വരീയ അവബോധത്തോടെയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നമുക്കതുകൊണ്ട് ദുഃഖിക്കാനുള്ള ഇട വരികയില്ല. അതിൻ്റെ വ്യവസ്ഥിതി അതാണ്. പക്ഷെ മനുഷ്യന് ഏറ്റവും വലിയ അബദ്ധം പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ ഈ അവബോധം ഉണ്ടാക്കിക്കൊണ്ട് ഗീതയോ ഭാഗവതമോ ഒക്കെ വായിച്ചിട്ട് ഈ തരത്തിലുള്ള വിചിന്തനം നടത്തിയിട്ട് കുറച്ചൊക്കെ ഭക്തിമാർഗത്തിലേക്ക് തിരിയുന്നവരെ ബാക്കിയുള്ളവർ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ഭ്രാന്താന്ന് പറയുകയൊക്കെ ചെയ്യും. പിന്നെ ആധ്യാത്മികയിലേക്ക് കടക്കുമ്പോഴത്തേക്കും ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകണം, ബ്രഹ്മചര്യം സ്വീകരിക്കാമെന്ന് പറയുമ്പോഴത്തേനും ഈ ഭൗതിക ലോകത്തോട് മുഴുവൻ വിട്ടിട്ട് വേണം ചെയ്യാമെന്നൊരു തോന്നലൊക്കെ ഇല്ലേ, അങ്ങനെ ആയാലേ ആധ്യാത്മികയിൽ സക്സസ് ആകാൻ സാധിക്കുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണയൊക്കെ നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ടെന്നർത്ഥം. അതാണ് ഏറ്റവും വലിയ അബദ്ധം. ഈ ഭൗതിക ലോകത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് നമുക്ക് എന്ത് സന്യാസം, എന്ത് പ്രവൃത്തിയെ ചെയ്യാൻ സാധിക്കുക? അപ്പം ശരീരമാധ്യമമാണെങ്കിൽ ശരീരത്തിൻ്റെ വരെ ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും പ്രപഞ്ച സൃഷ്ടിയുടെ ഒക്കെ നമുക്ക് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ കേവലം സൂക്ഷിപ്പുകാരാണ് നമ്മൾ. അപ്പോൾ ആ സൂക്ഷിപ്പുകാരാണെന്നുള്ള ബോധത്തിൽ അതിനെയൊക്കെ വേണ്ട വിധത്തിൽ അവബോധത്തോടു കൂടി സംരക്ഷിച്ചാൽ അതിന് നമ്മുടെ ശരീരമാണ് മാധ്യമം. അപ്പോൾ ശരീരത്തെ വ്യക്ത ഉപാസന നടത്തിക്കൊണ്ട് അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യണം. ശരീരത്തെ നിലനിർത്തുന്നതായ പ്രകൃതിയുടെ സ്വഭാവത്തിൽ ചേരണമെന്നുണ്ട്. ഈ പ്രകൃതി നമുക്ക് ചുറ്റുവട്ടമുള്ള ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി ഇതിനെ യഥാവിധി ആദരിച്ചും ബഹുമാനിച്ചും ശുശ്രൂഷിച്ചും നമുക്ക് എന്താണോ ആവശ്യം അതൊക്കെ നമ്മൾ കീപ്പപ്പ് ചെയ്യണം എന്നർത്ഥം. അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ അനായാസന ജീവിതം നയിക്കാൻ സാധിക്കും. ഒരാളെ സ്വയം ബുദ്ധിമുട്ടാതെയും മറ്റൊരാളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുകയും വരാതെ ഈശ്വര ആശ്രയത്താൽ നമ്മൾ ഭൗതികമായ ലോകത്ത് അനായാസനെ വ്യവഹരിച്ചാൽ ഒരിക്കലും നമുക്ക് യാതൊരുവിധ ദുഃഖം ഉണ്ടാകില്ല, കർമ്മബന്ധനം ഉണ്ടാകില്ല.
അത് പുണ്യകർമ്മങ്ങളുടെ ചക്കരപ്പെട്ടിട്ട് വേദവൈദിക കർമ്മങ്ങളുടെ ചക്കരപ്പെട്ട് അതാണ് ശ്രേഷ്ഠം എന്ന് കരുതിയിട്ട് പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് പുണ്യഫലം ഉണ്ടാകും, ഫലം ഇല്ലാതിരിക്കൊന്നുമില്ല, ഒരു കർമ്മവും വേസ്റ്റാവില്ല. പക്ഷേ അതിൻ്റെ സുഖം അനുഭവിച്ചു കഴിഞ്ഞ് വീണ്ടും സാധാരണ നിലയിലേക്ക് മർത്യലോകത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരും. ഇനി ഇതിനിടയ്ക്ക് എന്തെങ്കിലും പാപം ചെയ്താൽ അതും ബന്ധനാവും. അപ്പോൾ ഈ പാപപുണ്യങ്ങളെയൊക്കെ സന്തുലനാവസ്ഥയിൽ എത്തുന്ന രീതിയിൽ ഈശ്വരാർപ്പണമായിട്ട് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുന്നവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതൊക്കെ ക്ലിയറൻസ് വന്നുകൊണ്ടേയിരിക്കും. അവിടെ ഒന്നും നമുക്ക് ബന്ധനം ഉണ്ടാകില്ല. അത് നമ്മുടെ കർമ്മങ്ങൾ പൂർത്തീകരിച്ചു, ഇല്ലെങ്കിൽ പൂർവ്വജന്മാതീതമായി ഇങ്ങനെ ഒരു മാർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ കർമ്മബന്ധനങ്ങളാണ് ബാക്കിയുള്ളതെന്നൊക്കെ മനസ്സിലാകും. ആ കർമ്മബന്ധനങ്ങളെല്ലാം തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ അടുത്തേക്ക് ധൈര്യമായിട്ട് പോകാം. അങ്ങനെ ആ ഒരു മാർഗത്തിൽ പ്രവേശിച്ചിട്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ ഗുണോ ദോഷമോ ഒക്കെ ഉണ്ടായാലും വേണ്ട, അതൊക്കെ ഭഗവാൻ ക്ലിയറാക്കി തരും. അവിടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് ഭഗവാൻ എന്നിൽ ചേർത്തോളാം എന്ന് പറഞ്ഞല്ലോ. ഗീതയിൽ തന്നെ പറഞ്ഞു, സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവ്വപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചാ. അപ്പം ഈ കൃഷ്ണ അവബോധത്തിൽ നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചാൽ മതി. ചിന്തയും വാക്കും പ്രവൃത്തി പിന്നെയൊക്കെ നേരെ ആയിക്കോളും ഓട്ടോമാറ്റിക്. പിന്നെ അമിതമായിട്ട് കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും ഭൗതികത ഉപേക്ഷിക്കാനല്ല പറയുന്നത്, എന്നാൽ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ട് അതിനോട് അറ്റാച്ച്മെൻറ്റും മമതയും ഒട്ടലും ഉണ്ടാക്കരുതെന്ന് തന്നെ പറയുന്നത്. അത് ഉണ്ടാക്കിയാൽ അതാണ് പ്രശ്നം ഉണ്ടാക്കുക എന്നർത്ഥം. അതുകൊണ്ട് ഈ പ്രപഞ്ച പ്രത്യക്ഷം എന്ന് പറയുന്നത് താൽക്കാലികമാണ് എന്ന് വെച്ചിട്ട് അത് മിഥ്യയല്ല. ആ പ്രത്യക്ഷത്തിൻ്റെ ഉറവിടം മിഥ്യയാണെന്ന് അർത്ഥമില്ല. നമ്മളിപ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്ന മിഥ്യയാണെന്ന് എങ്ങനെ പറയാം? അപ്പോൾ ഈ ചുറ്റുവട്ടം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭഗവാൻ സൃഷ്ടിച്ചതൊക്കെ ജീവിച്ചിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ വിധത്തിലാണ് സൃഷ്ടിയുടെ പരികല്പന തന്നെ. അതാണ് ഇഷ്ടഭോഗങ്ങൾ എന്ന് പറഞ്ഞത്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെ ഇഷ്ടഭോഗങ്ങളെ പ്രയോജനപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേവാൻ ഭാവേ താനേനതേ ദേവഭാവേ എന്ത് വാഘ പരസ്പരം ഭാവേ എന്തകയെ ശ്രേയ പരമാവസ്ഥ എന്ന കർമ്മയോഗത്തെ സ്പഷ്ടമാക്കി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.